ഇതിൻ്റെ ആൻസർ 8. 7, 8. 26, 0, 8. Yes. 2068. അപ്പോൾ എത്ര ടൈം? 4, 6. ഓക്കെ. ഇതാണ് ഇതിൻ്റെ സെൻസർ. ഇത് നമ്മൾ ടയറിൻ്റെ റിമ്മിൻ്റെ സ്ട്രിങ്ങിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഇതാ കണ്ടോ മാഗ്നറ്റാണിത്. അപ്പോൾ ഇത് രണ്ടും കൂടി മാച്ച് ആകുമ്പോൾ ഇതിൽ നമ്മൾ നമ്മളെ സർക്കംഫറൻസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടയറിൻ്റെ സൈസ് 26 × 2.10 ആയിരുന്നു. അതിൻ്റെ സർക്കംഫറൻസ് 26 ആണ്, അതായത് 2006. ഓക്കെ. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കൂടെ ടൈല് കിട്ടുന്നുണ്ട്. 6 ടൈൽസ് ആണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സൈക്കിളിൽ കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഹോൾഡർ. നമ്മൾ സ്പീഡ് ഓടോമേറ്റ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സൈക്കിളിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഡബിൾ ടാപ്പും ചെയ്യും, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ടൈയും ചെയ്യും. അപ്പോൾ നമുക്ക് സൈക്കിൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സ്പീഡോമീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാറിലാണ് ഫിറ്റ് ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന കേബിൾ ടൈ വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഹോൾഡർ കണ്ടില്ലേ. ഇതാണ് ഇതിൽ കൂടെയാണ് നമ്മൾ നേരത്തെ ബാറ്ററി കിട്ടിയത്. ഓക്കെ, നമ്മളിത് ഇവിടെ ക്ലിപ്പ് ചെയ്തു. എന്നിട്ട് ഈ സെൻസറിൻ്റെ വയറ് ഞാൻ ബ്രേക്കിൻ്റെ കേബിൾ കൂടിയ, അതായത് ടയറിൻ്റെ ഫോർക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെൻസർ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കേബിൾ ടൈ വെച്ചിട്ട് ചെയ്തതാണ്. ഇതാണ് അതിൻ്റെ മാഗ്നറ്റ്. റിമ്മിലാണ് ഫിറ്റ് ചെയ്തത്. റിമ്മിലെ ഇല്ലിലാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ അത് കറങ്ങുന്നതിനനുസരിച്ച് നമ്മളെ സർക്കംഫറൻസ് ഇത് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ